മന്ദാന്തോളിത ഹേമകുണ്ടലമണി ശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശരണം, ശ്രീ പാർത്ഥസാരഥേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരിയം. ഇന്ന് 15ാമത്തെ അധ്യായമാണ് ഈ പുരുഷോത്തമ യോഗം, അല്ലേ? പുരുഷോത്തമ യോഗം, പുരുഷോത്തമനായിട്ടുള്ള ഭഗവാന്റെ ആ വചനങ്ങളെയാണ് നമുക്കറിയാനുള്ളത്. കാരണം പുരുഷോത്തമൻ എന്തുകൊണ്ട് ഭഗവാനെ പറഞ്ഞു? ഭഗവാന്റെ പല ഭാവങ്ങളാണ്. എത്തരത്തിൽ ഭഗവാനെ ഒരു ഭക്തൻ കാണുന്നു അല്ലെങ്കിൽ ഭജിക്കണം, ഭഗവാൻ ആ ഭാവം സ്വീകരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ആ പുരുഷോത്തമനായിട്ടുള്ള ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തമനായിട്ടുള്ള ആ പുരുഷോത്തമ ഭാവം, ഒരു ദിവ്യാത്മാവ് വേണമെങ്കിൽ പറയാം, പരമാത്മാവിൻ്റെ പല ഭാവങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ജീവാത്മാവും പരമാത്മാവിൻ്റെ തന്നെ ഒരു അംശമാണല്ലോ. അപ്പം ഈ പുരുഷോത്തമ യോഗം എന്നുള്ള ഈ 15ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എന്താണ് പറയണത്? ഒരു വിചിത്രമായിട്ടുള്ള അരയാൽ വൃക്ഷത്തിനോടാണ് ഭഗവാൻ ഈ സംസാരം അഥവാ ഈ വസുദേവ കുടുംബകം എന്നുള്ള ഈ ബ്രഹ്മാണ്ടത്തിന് ഒരു വംശവൃക്ഷമായിട്ടാണ് ഭഗവാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഭൗതിക ബന്ധങ്ങളെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഫാമിലി ട്രീ, വംശവൃക്ഷം എന്നൊക്കെ പറയാറുണ്ട്. ശ്രീകൃഷ്ണൻ്റെ വംശവൃക്ഷത്തിനെ, ശ്രീരാമൻ്റെ വംശവൃക്ഷത്തിനെ നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്. അപ്പം ആ ബ്രഹ്മാണ്ടമാകുന്ന ഈ വംശത്തിൻ്റെ ഒരു ബ്രഹ്മാവെന്ന് തുടങ്ങിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണ ഈ വംശവൃക്ഷത്തിനെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണ്? തല തിരിഞ്ഞൊരു വൃക്ഷമാണ്. കാരണം ഈ ലോകം തന്നെ ആ യഥാർത്ഥത്തിൻ്റെ വെറും ഒരു പ്രതിബിംബം മാത്രമാണ്, അല്ലേ? ഭഗവാന്റെ ആ ലോകത്തിൻ്റെ ഒരു പ്രതിബിംബമാണ്. അപ്പം അതെല്ലാം ഇവിടെ പ്രതിബിംബം എപ്പോഴും തിരിഞ്ഞിട്ടാവും, അല്ലേ? അത് വിപരീതമായിട്ടായിരിക്കും. അതേമാതിരി തന്നെയാണ് ഇവിടെ. അപ്പം അതിനെയാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്രീ ഭഗവാനുവാച ഊർധമൂലമധശാഖം അശ്വത്ഥം രാഹുരവ്യയം ഛന്ദാസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ എന്താ പറയണത്? ഭഗവാൻ പറഞ്ഞു ഊർധമൂലം അധശാഖം. വേരുകൾ അത് മേൽപോട്ടാണ്. മേൽപോട്ട് മുകളിൽ നിന്നാണ്, അത് കീഴ്പോട്ടാണ് വരുന്നത്. ആ വേരവിടെ ഉറച്ചു നിൽക്കണം. പക്ഷെ അതിൻ്റെ ശാഖകളൊക്കെ കീഴോട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ ഉത്ഭവം മുകളിൽ നിന്നാണ്, എന്നാൽ പരമത്തുനിന്നാണ്, ദിവ്യത്തുനിന്നാണ്. അതിൻ്റെ ശാഖകൾ കീഴ്പോട്ടായി മുകളോട്ടുമുണ്ട് കീഴ്പോട്ടുമുണ്ട്. ആ ശാഖകൾ അങ്ങനെ അത് എന്താണ്? അശ്വത്ഥം. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അരയാലിനെ നമ്മൾ പലതരത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ മരങ്ങളിൽ വെച്ചിട്ട് ഞാൻ അശ്വത്ഥമാണ് എന്ന് ഭഗവാൻ പറയണ്ടായി, അല്ലേ? ആ വിഭൂതി വിസ്തര യോഗത്തിൽ വേണ്ടി പറയണ്ടായി. അപ്പം ആ അശ്വത്ഥം എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്. അതിനൊരു ഗുണങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിനെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ ഒടിച്ചാൽ അത് പൊട്ടില്ല, അതിങ്ങനെ ചതഞ്ഞുകൊണ്ടേ ആവുള്ളൂ. അതുകൊണ്ട് ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല, അതിനെ കത്തിക്കാൻ പറ്റില്ല, അത് നശിക്കൂല. അതിങ്ങനെ ചിരകാലമായിട്ട് നിലനിർത്തും. അതിനെ നശിപ്പിക്കാൻ പരിവർത്തിതന്ത്രം അത് നശിപ്പിക്കാൻ പറ്റും. അല്ലാണ്ട് അത് പെട്ടെന്നൊന്നും അതിൻ്റെ അങ്ങനെ വേരുകൾ കീഴ്പ്പെട്ട് ഇറങ്ങി വന്ന് അതിങ്ങനെ വിസ്താരപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെയാണ്, അശ്വത്ഥത്തിനെയാണ് ഭഗവാൻ ഇവിടെ ഭഗവാന്റെ ആ സത്തയെ അല്ലെങ്കിൽ ആ അധികാരത്തിനെ ഇവിടെ ഭഗവാൻ ഒരു ഉപമയായിട്ട് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ്? ആ അശ്വത്ഥം അവ്യയമാണ്, അത് ഒരിക്കലും നശിക്കില്ല, ക്ഷരമില്ല, സനാതനമാണ്, പ്രാഹു എന്ന പ്രകാരം പറയപ്പെടുന്നു. ഇപ്പം ഇതിൻ്റെ ഈ വേദമന്ത്രങ്ങൾ അഥവാ ഛന്ദസ്സുകൾ എന്താണ്? ഈ ഛന്ദസ്സുകളൊക്കെ ആ മരത്തിൻ്റെ ഇലകളാണ്. പിന്നെ ഏതിൻ്റെയാണോ? യസ്യ പർണാനി, ഇതിൻ്റെയൊക്കെ ഇലകൾ ആ വേദമന്ത്രങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഇലകള്, ഈ ഛന്ദസ്സുകളെന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ഋച്ചാകൾ, ആ മന്ത്രങ്ങൾ, അതാണ് ഈ ഇലകൾ. ഈ ബ്രഹ്മാണ്ടത്തിനാകുന്ന ആ വംശവൃക്ഷത്തിൻ്റെ ഇലകളാണ്. തം
വേദ സ വേദവിത്ത്. ഈ കാര്യത്തിനെ അറിയുന്നവൻ ആരാണ്? അവനാണ് വേദവിത്ത്. വേദവിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം, വിത്ത് എന്ന് പറയാൻ അറിയണം. അപ്പൊ വേദം അഥവാ ജ്ഞാനം ഉള്ളവൻ ആരാണ്? ഈ വൃക്ഷത്തിനെ പറ്റി നല്ലതായിട്ട് ഗ്രഹിക്കുന്നവൻ. ഒരു വസ്തുവിനെ നമുക്ക് അതിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടണമെങ്കിൽ ആദ്യം ആ വസ്തുവിനെ പറ്റി മനസ്സിലാക്കണം, എങ്ങനെ ഇതൊന്ന് രക്ഷപ്പെടാം അല്ലേ? അല്ലെങ്കിൽ വംശവൃക്ഷത്തിൽ നിന്ന് തന്നെ അതിന്ന് അകറ്റാതെ, തന്നെ അതിന്ന് മാറ്റാതെ നമുക്ക് ഇവിടുന്ന് മോക്ഷമില്ല. നമ്മളതിൽ കിടന്നിങ്ങനെ മേപ്പോട്ടും കേട്ടിട്ടും മുകളിലത്തെ കൊമ്പിലേക്ക് പോകും, പിന്നെ താഴത്തെ കൊമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും, അങ്ങനെ കളിച്ചുകൊണ്ടേ നടക്കും ഈ വൃക്ഷത്തിൻ്റെ. പക്ഷേ എന്നാണോ ആ വൃക്ഷത്തിൽ നിന്ന് സ്വന്തത്തിനെ അകറ്റണത്, അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പം പരമദിവ്യ ഉത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ പറയാണ്, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടും പിന്നെ മേൽപോട്ടും ഉണ്ട്. അങ്ങനത്തെ അക്ഷയമായ ഒരു അശ്വത്ഥ വൃക്ഷം അഥവാ ഒരു വടവൃക്ഷമുണ്ട്, അഥവാ ഒരു അരയാലുണ്ട്. അതിൻ്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനാണത്രേ വേദജ്ഞൻ. അപ്പം ഈ വേദം അഥവാ ജ്ഞാനം, എല്ലാ തരത്തിലുള്ള ജ്ഞാനം, വേദം മാത്രം നമ്മൾ വേദങ്ങൾ മാത്രമല്ല, വേദം എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞാനം എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം എല്ലാതരം ജ്ഞാനങ്ങളും എന്തിനു വേണ്ടിയിട്ടാവണം? ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി അറിയാനായിരിക്കണം. ഭഗവാന്റെ ആ സത്തയെ അഥവാ അധികാരത്തിനെ, ഭഗവാന്റെ ആ ഭഗവത്തയെ പറ്റി അറിയാനായിരിക്കണം നമ്മൾ നമ്മുടെ ജ്ഞാനത്തിനെ ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ശ്ലോകം. അധശ്ചോർദം പ്രസിദ്ധാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാല അധശ്ച മൂല്യാനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. തസ്യ ശാഖ, ആ വൃക്ഷത്തിൻ്റെ ശാഖകള് അധ ഊർധം പ്രസുത. അധ ഊർധം താഴോട്ടും, അധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട്, ഊർധം എന്ന് പറഞ്ഞാൽ മേൽപോട്ട്. അതിൻ്റെ ശാഖകൾ താഴോട്ടും ഉണ്ട് മേൽപോട്ടും പടർന്നിട്ടുണ്ട്. പ്രസുത വിസ്തരിച്ചു കൊണ്ടിരിക്കുന്നു, വിസ്തൃതങ്ങളായിരിക്കുന്നുണ്ട്, പ്രസരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഗുണപ്രവൃദ്ധ വിഷയപ്രവാല. ഗുണപ്രവൃദ്ധ അത് പ്രകൃതി ഗുണങ്ങൾ കൊണ്ട് വർദ്ധിച്ചു കൊണ്ടും ഇരിക്കുന്നുണ്ട്. പ്രകൃതി ഗുണങ്ങൾ എന്താണ്? സത്ത് രജ തമോ ഗുണങ്ങളാണ്. അപ്പൊ ഇതിനെ വളർത്തുന്നത് എന്താണ്? ഇതിനെ വളർത്തുന്നതിൻ്റെ വളമായി കിട്ടുന്നതിന് 3 ഗുണങ്ങളാണ്. അപ്പൊ സത്വരജ തമോ ഗുണങ്ങളാണ് ഈ വൃക്ഷത്തിനെ വളർത്തി കൊണ്ടുവരുന്നത്. അപ്പൊ ആ വിഷയപ്രവാല, വിഷയങ്ങളാകുന്ന ചില്ലകളോട് കൂടിയതാണ്. അതാ ച മനുഷ്യലോകെ. താഴോട്ട് മുകളിലത്തെ അവിടെ ആ മുകളിലത്തെ ചില്ലകളമ്മിൽ അല്ലെങ്കിൽ ആ ശാഖകളമ്മിൽ എന്താണ്? അവിടെയൊക്കെ ദിവ്യമായിട്ടുള്ള ആത്മാക്കൾ, ഋഷീശ്വരന്മാര്, ദേവന്മാര് ഒക്കെ വസിക്കുന്നു. താഴോട്ടുള്ള ആ ശാഖകളിലൊക്കെ മനുഷ്യരും, വീണ്ടും അതിന് കീഴോട്ടുള്ള ശാഖകളിലൊക്കെ പക്ഷിമൃഗാദികളുമാണ്. അപ്പം ഈ നമ്മൾ പറയുന്ന 3 ലോകങ്ങൾ അല്ലേ, സ്വർഗം, ഭൂമി, പാതാളം, ഇത് തന്നെയാണ് ഇതിനെ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം മനുഷ്യലോകത്തിൽ അഥവാ താഴോട്ടുള്ള ആ ശാഖകളമ്പിൽ കർമാനുബന്ധിനി മൂലാനി അനുസംതതാനി. അപ്പം ഇങ്ങനെ ആ ബന്ധികളായിട്ടുള്ള കർമ്മബന്ധം കാരണമാണ് ഈ മരമായിട്ട് നമ്മൾക്ക് സംബന്ധപ്പെടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മളെ കർമ്മബന്ധങ്ങളില്ലെങ്കിലോ, ആ ഗുണങ്ങളുണ്ടെങ്കിൽ കർമ്മങ്ങളുണ്ടാവും, കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലങ്ങളുണ്ടാവും, ഫലമായിട്ടുള്ള കർമ്മബന്ധനത്തെ പെട്ടുകഴിഞ്ഞു. അപ്പം അങ്ങനെ ആ കർമ്മബന്ധികളായിട്ടുള്ള വേരുകൾ നമ്മളെ കർമ്മവുമായിട്ട്, അല്ലെങ്കിൽ ഈ വേരായിട്ട്, ഈ കർമ്മങ്ങൾ തന്നെയാണ് നമ്മളെ വേരായിട്ട് അതിൽ ബന്ധിച്ചിട്ടുള്ളത്. അനുസന്ധതാനി, അതിങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ പടർന്ന് നീണ്ടു കിടക്കാണ്. അപ്പം മേലോട്ടുള്ളത് അതെന്താണ്? ദേവലോകമാണ്. താഴോട്ടുള്ളത് മനുഷ്യരുടെയും പിന്നെയുള്ള തിര്യക്കുകൾ, ആ പക്ഷിമൃഗാദികളുടെയും ലോകമാണ്. അപ്പം ഈ വൃക്ഷത്തിൻ്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് മേലോട്ടും താഴോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിൻ്റെ ചില്ലകള്. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുണ്ട് അല്ലേ? ആലിന് കണ്ടിട്ടില്ലേ നമ്മൾ?
വേരിറങ്ങി വരും അല്ലേ. അപ്പം അത് വീണ്ടും വീണ്ടും വിസ്താരം നശിക്കൂല, വിസ്തരിച്ച് അതിൻ്റെ വിസ്താരം വർദ്ധിച്ച് വരും. ഇവ മനുഷ്യ സമുദായത്തിൻ്റെ ഫലോദ്ദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയാണ് എന്നാണ് പറയണത്. ഇപ്പം എത്രത്തോളം കർമ്മങ്ങൾ ചെയ്യണു അത്രത്തോളം ജന്മങ്ങൾ എടുക്കേണ്ടി തന്നെ വരും എന്നാണ് ഭഗവാൻ പറയണത്. കാരണം അത്രത്തോളം വേരുകൾ ദൃഢമായിട്ട് നമ്മളെ ആ ഭൂമിയിൽ, അപ്പോൾ കണ്ടിട്ടില്ലേ ആ അരയാലിൻ്റെയൊക്കെ വേരുകൾ അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഭൂമിയിൽ ദൃഢമാക്കുകയാണ്, ആ മരത്തിനെ കൂടുതൽ ദൃഢമാക്കുകയാണ്. അതേമാതിരി തന്നെ എത്രത്തോളം കർമ്മങ്ങൾ ചെയ്യണു അത്രത്തോളം പ്രാരബ്ധങ്ങളും ജന്മങ്ങളും നമുക്ക് വർദ്ധിച്ച് വരും. ഇതിനെ വളർത്തുന്നത് ആ 3 ഗുണങ്ങളുമാണ്, പ്രകൃതി ഗുണങ്ങളുമാണ് എന്നാണ് ഭഗവാൻ പറയണത്. ഇതിൻ്റെ ശാഖകൾ എല്ലാ ദിക്കിലേക്കും പടരുന്നുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇപ്പം താഴെ ഭാഗത്ത് മനുഷ്യരും മറ്റുള്ള ജീവജാലങ്ങളും എന്ന് പറഞ്ഞാൽ ഓരോ താണപടിയിലുള്ള തിര്യക്കുകളും ആണ്. നരൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോർന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാനാ നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസുതാ പുരാണി. ഇഹ ഈ ലോകത്തിൽ, ഇഹ എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അസ്യ രൂപം, ഈ വൃക്ഷത്തിൻ്റെ രൂപം, തഥാ ന ഉപലഭ്യത, ഇതിനെന്നവിടെ കാണാൻ കിട്ടുമോ? കാണാൻ കിട്ടില്ല. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു വൃക്ഷത്തിനെ എവിടെയും കാണാൻ കിട്ടില്ല. ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു വൃക്ഷം മാത്രമാണത്. ന ഉപലഭ്യത, അതിനെ കാണാൻ സാധിക്കില്ല. അന്തം ആദി ന ച, ഇതിന് ആദിയോ അന്തമോ അവസാനമോ തുടക്കമോ ഇല്ല, ഇതിനെ അറിയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കില്ല. എവിടുന്ന് അതിൻ്റെ തുടക്കം, എവിടെ അതിൻ്റെ അവസാനം, ഇതിനെ ആർക്കും കാണാൻ പറ്റില്ല. സംപ്രതിഷ്ഠ, അതിൻ്റെ അധിഷ്ഠാനവും അറിയപ്പെടുന്നില്ല. സുവിരൂഢമൂലം ഏനം, ഈ അശ്വത്ഥത്തിന് ഏനം അശ്വത്ഥം, ഈ സുവിരൂഢമൂലം നല്ലവണ്ണം അടിയുറച്ചിട്ടുള്ള ഏനം അശ്വത്ഥം, ഈ അരയാൽ വൃക്ഷത്തിനെ നമുക്കെന്താ അതിനായിട്ടുള്ള ബന്ധം സ്വന്തം നമ്മൾക്ക് ഛേദിക്കുക എങ്ങനെയാണ്? എങ്ങനെ നമുക്ക് ആ വൃക്ഷത്തിൽ നിന്ന് സ്വന്തത്തിനെ മാറ്റാം, എങ്ങനെ ഛേദിക്കാം? അപ്പം ശസ്ത്രേണ, അസംഗം എന്ന് പറഞ്ഞാൽ വൈരാഗ്യമാകുന്ന അസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ ആയുധം കൊണ്ട് മാത്രമേ നിഷ്കാമ കർമ്മം ചെയ്തിട്ട്, കർമ്മങ്ങൾ ചെയ്യാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. ആ കർമ്മ ഫലങ്ങളുമായിട്ട് അസംഗത, അല്ലെങ്കിൽ ആ കർമ്മഫലങ്ങളായിട്ട് ഒരു സങ്കല്യായ കർമ്മം ചെയ്യുക, അതിന് കൃഷ്ണാർപ്പണമസ്തു, അതായിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കരുത്. അങ്ങനത്തെ ആ അനാസക്തി എന്ന ആയുധം കൊണ്ട് ചിത്വ, അതിനെ ഛേദിച്ചിട്ട് ആ വൃക്ഷത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണമെങ്കിൽ ആ കർമ്മഫലങ്ങളായിട്ട് തന്നെ ഛേദിക്കണം. ആ വൈരാഗ്യഭാവം കൊണ്ട്, അല്ലെങ്കിൽ വൈരാഗ്യമാകുന്ന ആയുധം കൊണ്ട് അതിനെ മുറിച്ചിട്ട് തഥാ തത്പദം പരിമാർഗിതവ്യം, അതിനുശേഷം അനന്തരം തത് പദം, ആ ഭാഗത്തെ, ആ മുകൾ ഭാഗത്തുള്ള ആ വേരിൽ നിന്ന് സ്വന്തത്തിനെ നമുക്ക് സ്വന്തത്തിനെ അതിന് മാറ്റി നിർത്താൻ പറ്റും. അപ്പം പരിമാർഗിതവ്യം യസ്മിൻ, അതിനെ ആ വേരിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ തുടക്കം എവിടെ നിന്നാണ്, എന്നിട്ട് അവിടേക്ക് തിരിച്ചു പോവാൻ. എന്നാൽ ഭഗവാൻ എന്നാണ് ഓരോ ജീവജാലത്തിൻ്റെയും ഒരു ജീവൻ്റെയും ഉൽപ്പത്തി, അവിടേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് യസ്മിൻ ഗത, യാതൊന്നിൽ ഗമിച്ചവർ, യാതൊന്നിൽ ആ വഴിയിൽ ഋഷീശ്വരന്മാർ പോയിട്ടുണ്ടല്ലോ, അപ്പം ആ വഴിയിൽ ഗമിച്ചവരുടെ നമ്മൾ വഴി അവരെ പിന്തുടരുക. ഭൂയ ന നിവർത്തന്തി, അപ്പം അവരെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ ഭൂയ, വീണ്ടും നമുക്ക് തിരിച്ചു വരേണ്ടി വരില്ല. നമ്മളുടെ മുൻഗാമികളായിട്ടുള്ള
ആ ഋഷീശ്വരന്മാരെ പിന്തുടരുകയാണെങ്കിൽ, കാരണം അവരും വൈരാഗ്യമാകുന്ന ആയുധം വെച്ചിട്ടാണ് ആ മരത്തിൽ നിന്ന് സ്വന്തത്തിനെ വേർപെടുത്തിയത്. അതേമാതിരി വൈരാഗ്യഭാവം, കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം മുഴുവനെ ഭഗവാന് സമർപ്പിച്ചിട്ട് വിരക്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ആ മരത്തുനിന്ന് സ്വന്തത്തിനെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമുക്കും അവർ പോയ വഴിക്ക് തിരിച്ചു ആ വഴിക്ക് പോയിട്ട് വീണ്ടും ഒരു പുനരാവർത്തി ഉണ്ടാവില്ല. യഥാ പുരാണി പ്രവൃത്തി, യാതൊന്നിൽ നിന്ന് ഈ പുരാതനമായ പ്രവൃത്തി അഥവാ ജനന മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. പ്രസൃത ആദ്യം പുരുഷം തം ഏവ, ആ വിസ്തൃതമായ ആ മരത്തിൽ നിന്ന് സ്വന്തത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ആദ്യം പുരുഷം തം ഏവ, ആദ്യ പുരുഷനായിട്ടുള്ള ആ ഭഗവാനെ അതിനെന്ത് ചെയ്യണം? നമ്മൾ പ്രപദ്യേ, ശരണം പ്രാപിക്കണം. അപ്പോൾ ആ വൈരാഗ്യഭാവം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ ശരണം പ്രാപിക്കണം. അപ്പം ആ ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ ഉള്ളിൽ വൈരാഗ്യഭാവം വരും. വൈരാഗ്യഭാവം വന്നിട്ടുണ്ടെങ്കിൽ കർമ്മഫലാസക്തി ഉണ്ടാവില്ല. കർമ്മഫലാസക്തി ഇല്ലെങ്കിൽ പിന്നെ ജനിക്കേണ്ടിയും വരില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ വൃക്ഷത്തിൻ്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണാൻ പറ്റില്ല. ഇതിൻ്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. വേരുറച്ച ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആ ആയുധത്താൽ ഛേദിച്ച് കളയണമെങ്കിൽ മാത്രമേ ഈ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുള്ളൂ. എന്നിട്ട് എവിടെ നിന്ന് ചെന്നാൽ തിരിച്ചു വരികയില്ലയോ ആ ദിവ്യരൂപം ആയിട്ടുള്ള ഭഗവാനെ, അല്ലെങ്കിൽ ആ ദിവ്യപദമായിട്ടുള്ള ഭഗവാനെ നമുക്ക് ആശ്രയിച്ചാൽ പിന്നെ എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ടുള്ള ആ പരംപുരുഷനിലേക്ക് നമുക്ക് തിരിച്ചു പോവാൻ സാധിക്കും. നിർമാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വേർവിമുക്ത സുഖദുഃഖ സജ്ഞേ ഗച്ഛന്തി അമൂഢ പദമവ്യയം തത്. നിർമാനമോഹ, മാനവും മോഹവും അറ്റവരായിട്ട്. മാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരഭിമാനം. ഞാൻ സമ്പടിയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. അങ്ങനെ നോക്കിയാൽ നമ്മൾ അത് വല്ലതും ആണോ? വെറും ഒരു ജീവാത്മാവാണ്, ഭഗവാന്റെ ഒരു അംശമാണ്. ഈ ശരീരത്തിന് പേര് കാണുമായിരിക്കും, രൂപം കാണുമായിരിക്കും, വെളുത്തതായിരിക്കാം, കറുത്തതായിരിക്കാം, മനുഷ്യനായിരിക്കാം, മൃഗമായിരിക്കാം. പക്ഷേ ജീവാത്മാവിന് അങ്ങനെ ഒരു പ്രത്യേക പദവി ഇല്ല. ഇത് ആരോപിച്ച ഒരു പദവിയാണ്. അപ്പം അങ്ങനത്തെ മിഥ്യാഭിമാനങ്ങളൊന്നും ഇല്ലാണ്ട് മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മാന മോഹം, മോഹവും അഭിമാനവും ഇല്ലാതെ ആസക്തിയും അല്ലെങ്കിൽ ഭൗതിക തൃഷ്ണകളും അഭിമാനവും മിഥ്യാഹങ്കാരവും ഇല്ലാത്തവരായിട്ട് സംഘദോഷത്തെ ജയിച്ചവരായിട്ട്. സംഘദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദോക്ത കർമ്മഫലങ്ങളാൽ ഭ്രമിപ്പിക്കപ്പെടാത്തവരായിട്ട് ഉള്ള അതായിട്ട് അങ്ങനെ ജിതസംഘ, ആ കർമ്മഫലങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് ഞാൻ കർമ്മം ചെയ്തു എനിക്ക് ഇതിൻ്റെ ഫലം വേണമെന്നുള്ള ആ സംഘദോഷം ജയിച്ചവരായിട്ട് അധ്യാത്മനിത്യ എന്നെന്നും ആധ്യാത്മിക ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിട്ടുള്ള, പിന്നെയോ വിനിവൃത്തകാമ, കാമനകളൊന്നുമില്ലാണ്ട്, ആഗ്രഹങ്ങളൊന്നുമില്ല, നിരാഗ്രഹിയായിട്ട് ആഗ്രഹങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞവരായിട്ട് സുഖദുഃഖ സജ്ഞങ്ങളായിട്ടുള്ള, സുഖദുഃഖങ്ങളായിട്ടുള്ള യാതൊരു അതിന് വ്യത്യാസമില്ല. സുഖമാണെങ്കിലും ശരി, ദുഃഖമാണെങ്കിലും ശരി, അതിനെ പറ്റിയിട്ട് യാതൊരു പരോധി ഇല്ലാണ്ട് ദ്വന്ദ്വേർവിമുക്ത, ദ്വന്ദ്ങ്ങളിൽ നിന്ന്, അങ്ങനെ സുഖദുഃഖം അല്ലെങ്കിൽ തണുപ്പ് ചൂട്, ഇഷ്ടക്കേട് അങ്ങനെയൊന്നുമില്ല. എല്ലാ സമഭാവനയിൽ അതിനെല്ലാം ഈ ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് മൂഢൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ തന്നെ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ ചെയ്ത് അതിൻ്റെ ഫലങ്ങളിൽ ഭ്രമിക്കാതെ, വേദത്തിൽ അനേകം കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കർമ്മങ്ങളെ ചെയ്യും, പക്ഷെ അതിന് ഫലങ്ങളെ ഇച്ഛിക്കാതെ അപ്പോഴാണ് സമർത്ഥരാവുള്ളൂ. നമ്മൾ ഫലങ്ങൾ കുറേ അല്ലെങ്കിൽ വാരി കൂട്ടി അവരാണ് സമർത്ഥരെന്നതുള്ള നേരെ വിപരീതമാണ് ഇവിടെ പറയുന്നത്. അവർ സമർത്ഥരല്ല, അവർ മൂഢരാണ്. കുറേ പുണ്യം ഉണ്ടെങ്കിൽ ഞാൻ വലിയ സമ്പടിയാവുമെന്ന് വിചാരിക്കുന്നത് എൻ്റെ ജന്മം എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ആരാണ് സമർത്ഥൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മൂഢൻ എന്ന് പറയുന്നത്? സമർത്ഥരായവരെ, കർമ്മഫല ഇച്ഛ ഇല്ലാത്തവരെ. അപ്പം അവ്യയം തദപദം ഗച്ഛന്തി, അവരൊക്കെ അവിടേക്ക് പോകാൻ സാധിക്കും. അവ്യയമായിട്ടുള്ള അവ്യയം എന്ന് പറഞ്ഞാൽ അനശ്വരമായിട്ടുള്ള ആ പരമപദത്തിലേക്ക് അവർ
ഗമിക്കുന്നു, അഥവാ അവർ ആ പദത്തിനെ പ്രാപിക്കുന്നു. അപ്പം മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ. ദുസ്സംസർഗം എന്ന് പറഞ്ഞാൽ ആളുകളായിട്ടുള്ള സംസർഗം മാത്രമല്ല, ഫലങ്ങളായിട്ടുള്ള സംസർഗത്തിനെയും പറയുന്നുണ്ട്. ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽ പെടാതെ അനശ്വരമായിട്ടുള്ള ആ തത്വത്തിനെ അറിഞ്ഞിട്ട് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായിട്ട് വിഭ്രാന്തരാകാതെ പരംപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെ എന്നറിയാവുന്നവരാണ് പരമമായിട്ടുള്ള ആ ഭഗവത് സാമ്രാജ്യത്തിനെ, ശാശ്വതമായ സാമ്രാജ്യത്തിനെ പ്രാപിക്കുക എന്നാണ് ഭഗവാൻ പറയണത്. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തി തദ്ധാമ പരമം മമ. തത് ആ പദത്തിൽ, ഇപ്പം ഈ പറഞ്ഞ ആ പദം എങ്ങനെയാണ്? സൂര്യന ഭാസയതേ, അവിടെ പ്രകാശത്തിന് വേണ്ടി സൂര്യൻ്റെ ആവശ്യകത ഇല്ല. അവിടെ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ അവിടെ പ്രകാശമാനമാണ്. ശശാങ്കന പ്രകാശയതേ, ശശാങ്കനും വേണ്ട, ചന്ദ്രനും വേണ്ട, ന പാവക, അവിടെ അഗ്നിയോ വൈദ്യുതിയോ ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അവിടെ പ്രകാശമാനമാണ്. യത് ഗത്വാ ന നിവർത്തന്തി, യത് യാതൊന്നിനെ പ്രാപിച്ചിട്ട്, അല്ലെങ്കിൽ എവിടേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, യത് ഗത്വ എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിവർത്തതേ, തിരിച്ചിങ്ങോട്ട് പോരണ്ട, വീണ്ടും ഈ സംസാരത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണ്ട. തതമേ പരമം ധാമ, ആ പദമാണ് അല്ലെങ്കിൽ ആ ധാമമാണ് എൻ്റെ പരമമായിട്ടുള്ള ധാമം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ധാമത്തിലേക്ക് പോയവർക്ക് ആർക്കും വീണ്ടും തിരിച്ച് ഈ സംസാരത്തിൽ വന്ന് പെടേണ്ട ആവശ്യമില്ല. പരമമായ ആ ഭഗവാൻ പറയാണ്, പരമമായിട്ടുള്ള എൻ്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ ഒന്നുമല്ല വെളിച്ചം നൽകുന്നത്. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരികയും ഇല്ല. അത്രയും ദിവ്യമായ ഒരു സ്ഥാനമാണ്, ധാമമാണ് ഭഗവാന്റെ ധാമം. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃ-ഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമ സനാതന അംശ, ഈ ജീവൻ ആരാണ്? മമ, എൻ്റെ തന്നെ സനാതനമായിട്ടുള്ള അംശമാണ്. ജീവഭൂത, ഈ ബദ്ധനായിട്ടുള്ള ഈ ബന്ധനത്തിൽ കിടക്കുന്ന ജീവാത്മാക്കളെല്ലാം എൻ്റെ തന്നെ അംശമാണ്. എന്നിട്ടോ അവരെന്താണ് കഷ്ടപ്പെടുകയാണ് ചെയ്യണമെന്നാണ് ഭഗവാൻ പറയണത്. ജീവലോകേ പ്രകൃതിസ്ഥാനി മനഃ-ഷഷ്ടാനി ഇന്ദ്രിയാണി. ഇവര് ഈ ജീവാത്മാക്കളെ ബന്ധനത്തിൽ കിടക്കുന്ന ഈ ജീവാത്മാക്കളൊക്കെ പ്രകൃതിസ്ഥിതങ്ങളായിട്ടുള്ള പ്രകൃതിജന്യങ്ങളായിട്ടുള്ള ഈ 6 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഒരു മനസ്സും ആയിട്ടുള്ള ഈ 6 ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള കർഷതി, അവരത്രയും കഷ്ടപ്പെടാണ്. അവരത്രയും ആ മനസ്സ് ശരീരത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വളരെയധികം പ്രയത്നിപ്പിക്കണു എന്നാണ് പറയുന്നത്. ഇപ്പം എൻ്റെ ശാശ്വത അംശങ്ങളായിട്ടുള്ള ഈ ലോകത്തിലുള്ള ബദ്ധരായിട്ടുള്ള സകല ജീവസത്തകൾ അല്ലെങ്കിൽ ജീവാത്മാക്കളും ബദ്ധമായ ജീവിതം നയിക്കുകയാൽ, ബദ്ധമായിട്ടുള്ള നമ്മൾ അവർ ഒരു തടങ്കലിൽ പെട്ടിരിക്കുകയാണ്. അത് അവരെ കൊണ്ട് കഠിനമായിട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ആര്? ഈ മനസ്സും ഈ 5 ഇന്ദ്രിയങ്ങളും. മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിന അധ്വാനം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാനെ പ്രാപ്തി ചെയ്യാനാണോ? അല്ല, ഇന്ദ്രിയ സുഖ വിഷയങ്ങൾക്കായിട്ട്. ഇന്ദ്രിയ സുഖം, എനിക്കിത് വേണം, എനിക്കിത് കാണണം, എനിക്കിത് കേൾക്കണം, എനിക്കിത് രുചിക്കണം, എനിക്കിത് സ്പർശിക്കണം എന്നുള്ള എനിക്കിതിന് മണക്കണം എന്നുള്ള അങ്ങനെ ആ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സിനെ കൂട്ടിയിട്ട് ഇങ്ങനെ ആ ശരീരത്തിനെ അല്ലെങ്കിൽ ആത്മാവിനെ പീഡിപ്പിച്ചും കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഭഗവാൻ പറയണത്. ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ശരീരത്തിൻ്റെ നാഥൻ, ഇതിൻ്റെ നാഥനായിട്ടുള്ള ആ ജീവാത്മാവ് യത് ശരീരം അവാപ്നോതി, യാതൊരു ശരീരത്തിനെ പ്രാപിക്കുന്നുവോ, തദ് യത് ച അപി, യാതൊന്നിനെ
ഉത്ക്രാമതി ത്യജിച്ചു പോകുന്നുവോ ആ സമയത്ത്. കാരണം ഒരു ശരീരം ത്യജിച്ച് അതിനുശേഷം ആ ജീവൻ വേറൊരു ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരണത്, അത് നിർബന്ധിതനാവണത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ജീവാത്മാവ് ഒരു ശരീരത്തിനെ ത്യജിച്ചിട്ട് വേറൊരു ശരീരത്തിനെ പ്രാപിക്കുമ്പോൾ ഉത്ക്രാമതി, അത് ത്യജിച്ചു പോണ സമയത്ത് വായു ആശയാത് ഗന്ധാൻ ഇവ, ഒരു വായു ഒരു ഗന്ധങ്ങളുടെ ഒരു ഉത്ഭവസ്ഥാനത്ത് നിന്ന്, ആ ഉത്ഭവസ്ഥാനം സ്രോതസ് നിന്ന്, ആശയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജലാശയം നമ്മൾ കയറില്ലേ അല്ലേ, അതുമാതിരി ഇപ്പോൾ ഗന്ധത്തിൻ്റെ ആശയം, ഗന്ധത്തിൻ്റെ ആ ഉൽപ്പത്തി സ്ഥാനത്ത് നിന്ന്, ഉത്ഭവസ്ഥാനത്ത് നിന്ന്, സ്രോതസ്സിൽ നിന്ന് ഗന്ധാനിവ, ഗന്ധങ്ങളെ എപ്രകാരമാണോ കാറ്റ് തൻ്റെ കൂടെ കൊണ്ടുപോണത് അതേമാതിരി ഗൃഹീത്വ സംയാതി, ആ ഇന്ദ്രിയങ്ങളെയും, ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ സ്ഥൂലമായ ഇന്ദ്രിയങ്ങൾ ഇവിടെ തന്നെ കാണും, സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ അല്ലേ, സൂക്ഷ്മമായ തന്മാത്രകൾ, ആ തന്മാത്രകളെയും മനസ്സ് ഈ തന്മാത്രകളെയും കൂട്ടിയിട്ട് എപ്രകാരമാണോ കാറ്റ് ഗന്ധങ്ങളെ തൻ്റെ കൂടെ കൊണ്ടുപോണത് അതേമാതിരി ജീവാത്മാവിൻ്റെ കൂടെ ഈ മനസ്സ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അഥവാ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ ആ തന്മാത്രകളെയും മനസ്സിനെയും തൻ്റെ ആ മനസ്സ് കൂടെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ മനസ്സിനെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് കൊണ്ടുപോകണം. ജീവിത സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലേ, മനസ്സൊരു വസ്തുവല്ല, അതൊരു സങ്കല്പങ്ങളാണ്, വിചാരങ്ങളാണ്, അതിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുമ്പോൾ അതിനുപയുക്തമായ ശരീരം അത് സ്വീകരിക്കും അല്ലേ. ഒരു മൃഗത്തിൻ്റെ മാതിരിയുള്ള സ്വഭാവം അല്ലെങ്കിൽ ആ ഇച്ഛകളായിരുന്നു, ആ മൃഗത്തിൻ്റെ ശരീരം സ്വീകരിക്കും. അല്ല ഒരു ദേവൻ്റെ മാതിരിയുള്ള വിചാരങ്ങളായിരുന്നു, അങ്ങനത്തെ ജീവിത സങ്കല്പങ്ങളായിരുന്നു, ഋഷീശ്വരൻ്റെ മാതിരിയുള്ള ജീവിത സങ്കല്പങ്ങളായിരുന്നു വെച്ചാൽ അങ്ങനത്തെ ശരീരം അത് സ്വീകരിക്കും. പറയാറുണ്ടല്ലോ അന്തേയാമതി സാഗതി, അവസാനം എന്തായിരുന്നു നമ്മുടെ ബോധം, നമ്മൾ എങ്ങടായിരുന്നു നമ്മുടെ ശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്തിലേക്കാണ് പോയത്, ആ ഗതിക്കാണ് ആ ജീവാത്മാവിന് പോയി അങ്ങനെ പറ്റുമോ, അത് നിർബന്ധിതനാവും അങ്ങനെ പോവാൻ. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. അയം മനാധിഷ്ഠായ, അയം ഈ ജീവാത്മാവ് മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശ്രോത്രം ചക്ഷു സ്പർശനം രസനം, ഇതെല്ലാം കണ്ണ്, സ്പർശനം അല്ലെങ്കിൽ കേൾവി, കേൾക്കുക, ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി അല്ലെങ്കിൽ അതിൻ്റെ തന്മാത്രകൾ, ഇതിനെ രസനേന്ദ്രിയം, ഘ്രാണം, മൂക്ക്, ഇതിനെല്ലാം ഉപയോഗിച്ചിട്ട് വിഷയാനുപസേവതേ, വിഷയങ്ങളെ അത് സേവ ചെയ്യണം അല്ലേ. ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട്, അജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അത് വിഷയങ്ങളെ അത് ഉപഭോഗം ചെയ്യണം. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത അല്ലെങ്കിൽ ആ ജീവാത്മാവ് അതിൻ്റെ മനസ്സിനിണങ്ങിയ ആ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവയെ സ്വീകരിക്കണം. ഒരു 3 തരത്തിലുള്ള ഇതായിരിക്കാം അല്ലേ. ഒരു ഋഷീശ്വരന്മാരെ ദേവതമാരുള്ള സത്വഗുണികളായിട്ട്, അല്ലെങ്കിൽ മനുഷ്യനെമാതിരി രജോ ഗുണികളായിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെമാതിരി തമോ ഗുണികളായിട്ടുള്ള ഒരു അങ്ങനത്തെ ശരീരം സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ അത് ആസ്വദിക്കുക. അതെന്ത് ആഗ്രഹപ്പെട്ടിട്ടാണോ ശരീരം ത്യജിച്ചത് അത്തരം ശരീരം സ്വീകരിച്ച് അങ്ങനത്തെ വിഷയങ്ങളെ അത് അനുഭവിക്കണം. അപ്പം എത്ര സൂക്ഷിക്കണം നമ്മൾ അല്ലേ. ജീവിതകാലം മുഴുവൻ എന്ത് ശീലിച്ചു അതാണ് അവസാനം ഉത്കടമായ ആഗ്രഹങ്ങളായിട്ട് വരിക. അപ്പോൾ ജീവിതകാലം മുഴുവനും നമ്മൾ നല്ല ഗുണങ്ങളെ വളർത്തിക്കൊണ്ടുവന്നാൽ അവസാനവും നന്മ തന്നെ തോന്നും. അപ്പം നന്മയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇനിയിപ്പോൾ മുക്തരൊന്നും ആയില്ലെങ്കിലും ദേവലോകത്തെങ്കിലും പോകാൻ സാധിക്കും. ഉത്ക്രാമന്തം സ്ഥിതം വാപി പുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഉത്ക്രാമന്തം സ്ഥിതം അഭിവാ, ഉത്ക്രാമന്തം ദേഹം ത്യജിച്ചു പോകുന്നതായോ അഥവാ സ്ഥിതി ചെയ്യുന്നതായോ അതോ ദേഹത്തിൽ തന്നെ വസിക്കുകയാണോ എങ്കിലും ഭുഞ്ചാനം വാ, ഭോഗങ്ങൾ ഭുജിക്കും. ആ ഭോഗങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണ്, ചെവി ഇതുകൊണ്ടുള്ള അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ ഗുണാന്വിതം വാ, ഗുണങ്ങളോട് ചേർന്നിരിക്കുന്നതോ ആയിട്ടുള്ള അയം ആരാണ്? ഇവൻ ആരാണ്? ഈ
ആത്മാവിനെ വിമൂഢാന അനുപശ്യന്തി, മൂഢന്മാരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ആ ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരെ അനുപശ്യന്തി, അവർക്ക് ഇത് അറിയാൻ പറ്റില്ല. ഇന്ദ്രിയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഈ വക ശാസ്ത്രങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നർത്ഥം. അവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ പറയോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാമെന്ന് പറയും. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഭഗവാൻ പറയണത്. അനുപശ്യന്തി, അവരിത് മനസ്സിലാക്കില്ല, അവർ ദർശിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കില്ല. ജ്ഞാനചക്ഷുഷ പശ്യന്തി, ഇത് ജ്ഞാനചക്ഷുക്കളായിട്ടുള്ളവരെ അഥവാ യോഗീശ്വരന്മാരായിട്ടുള്ളത്, അല്ലെങ്കിൽ ഭഗവത് ഭക്തരായുള്ളവരോട് ഇത് പറഞ്ഞാൽ അവർക്കിത് കാര്യം മനസ്സിലാവും. ഇപ്പം ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നു എന്നോ, ഗുണങ്ങളുടെ ആകർഷണത്തിൽപ്പെട്ട ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നോ, ഇതൊന്നും മൂഢന്മാർക്ക്, സാധാരണക്കാർക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ജന്മത്തിലെ സ്വഭാവം കണ്ടാൽ അറിയാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന്, ഇപ്പോഴത്തെ സ്വഭാവം കണ്ടാൽ അറിയാൻ അടുത്ത എവിടേക്കാണ് പോകാൻ വഴിയുന്നോ അതും നമുക്ക് മനസ്സിലാവും. അപ്പം ജ്ഞാനത്തിൻ്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാവുന്നു. അപ്പം ഇതിനാണ് ഈ ശാസ്ത്രങ്ങൾ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊക്കെ വായിച്ചിട്ടെങ്കിലും ഒന്ന് നേരെ ആയിക്കോളിൻ, ഇനി അടുത്ത ജന്മെങ്കിലും മനുഷ്യൻ്റെ ശരീരം ഉണ്ടായോണ്ടായില്ലല്ലോ, മനുഷ്യത്വം വേണം. അപ്പോൾ മനുഷ്യത്വം ഉണ്ടെങ്കിലാണ് മുമുക്ഷത്വം വേണമെന്നാവുള്ളൂ. അപ്പം അത് കാരണം സത്വഗുണം വളർത്തിക്കൊണ്ടുവന്നാലാണ്, പിന്നെ ആ സത്വഗുണത്തിനെയും ത്യജിക്കാനായി തയ്യാറായാലാണ് വൈരാഗ്യം എന്നുള്ള ആയുധം കയ്യിൽ കിട്ടൂ. അപ്പോഴാണ് നമുക്ക് ആ വേരുകളെയൊക്കെ അറുത്ത് സ്വയം ഇവിടുന്ന് മോചനം നേടാനും സാധിക്കുള്ളൂ. യതന്തോ യോഗിന ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോ അകൃതാത്മാനോ നൈനം പശ്യന്തി അചേതസ യതന്ത യോഗിനയേനം, യത്നിക്കുന്നവർ, ധാരാളം പ്രയത്നിക്കുന്നവരായിട്ടുള്ള യോഗികളെ ഏനം, ഇതിനെ ഇവിടെ ഇവര് പ്രയത്നിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അവർ അഷ്ടാംഗ യോഗങ്ങളൊക്കെ ചെയ്യും അല്ലേ? ദമം, യമം, നിയമം, ആസനം നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അതിന് മുമ്പേ. അപ്പോൾ അതാണ് അവരുടെ യത്നം. അവർ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി കഠിനമായിട്ട് യത്നിക്കുന്നു, സാധാരണക്കാരെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ട് യത്നിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അത്തരം യോഗികളെ ഏനമാത്മനി അവസ്ഥിതം പശ്യന്തി, ഇതിനെ ആത്മാവിൽ അവസ്ഥിതനായിട്ട് കാണുന്നു. ഈ സ്വഭാവങ്ങളെ അവർ മനസ്സിലാക്കണം അല്ലേ? അപ്പം അകൃതാത്മാന, ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവരായിട്ടുള്ള ആ ചേതസകൾ, ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റിയിട്ടുള്ള അറിവ് സമ്പാദിച്ചിട്ടില്ലാത്ത ആ ചേതസ, അവർക്ക് ചേതന വന്നിട്ടില്ല. അവർ ശ്വസിക്കുന്നുണ്ടാവും, പക്ഷേ അവർ ചേതനയിലല്ല, ബോധത്തിലല്ല. അവർ മന്ദബുദ്ധികളാണെന്നാണ് പറയുന്നത്. അചേതന എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും നല്ല ഉറക്കത്തിലാണ്, ഉണർന്നുറങ്ങാണ് അവർ. യതന്താപി, യത്നിച്ചാലും ഏനം ന പശ്യതി, അവർ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലേ, അവർ പ്രയത്നിക്കണം എന്തിനാ? അവർ വെറുതെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി അവർ പ്രയത്നിക്കണില്ല. അപ്പം അവർക്ക് ഈ കാര്യം ന പശ്യന്തി, അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. അപ്പം ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികളായിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്ത, അല്ലെങ്കിൽ മന്ദബുദ്ധി, അചേതന എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്ക് ആയതിനാൽ അവർ എത്ര ശ്രമിച്ചാലും ഇതിൻ്റെ എന്താണ് രഹസ്യം എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നോ തത്തേജോ വിദ്ധി മാമകം. ആദിത്യഗതം യഥ തേജ, ആദിത്യഗതമായിട്ടുള്ള സൂര്യനിലുള്ള ആ ഭഗവാൻ വിഭൂതി പുസ്തകത്തിൽ പറയണ്ടായി അല്ലേ? ഭഗവാൻ എല്ലാവരുടെയും ബലവും ഞാനാണ്, സൂര്യൻ്റെ തേജസ് ഞാനാണ്, ചന്ദ്രൻ്റെ ശീതളിമ ഞാനാണെന്ന് ഭഗവാൻ പറയണ്ടേ, ജലത്തിൻ്റെ രസം ഞാനാണ്. അതുമാതിരി തന്നെ എവിടെയും പറയണത്. ആ ആദിത്യനിലുള്ള തേജസ് അത് എവിടുന്നാണ് കിട്ടണത്? ഭഗവാൻ പറയണ എന്നിൽ നിന്നാണ്. അഖിലം ജഗത് ഭാസി, അത് മുഴുവൻ ലോകത്തിനെയും പ്രകാശപ്പെടുത്തുന്നുണ്ട് അല്ലെ? ഒരു സൂര്യൻ ഈ ബ്രഹ്മാണ്ടത്തിനെ മുഴുവനെ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും അത് തേജസ് എവിടുന്നാണ് വരുന്നത്? ഭഗവാൻ പറയണ എന്നിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിക്കോ അർജുന. ചന്ദ്രമസിയത്, ആ ചന്ദ്രനിൽ എന്ത് തേജസ് ഉണ്ടോ, ആ ചന്ദ്രനിൽ നിന്ന് എന്ത് തേജസ് അല്ലെങ്കിൽ എന്തെല്ലാം ഔഷധി ഗുണങ്ങൾ വരുന്നുണ്ടോ
അഗ്നൗജ യത് തേജസ്, ആ അഗ്നിക്ക് എന്താണോ ഈ തേജസ് അല്ലെങ്കിൽ അഗ്നിയുടെ ആ പ്രഭ അല്ലെങ്കിൽ പ്രകാശം അല്ലെങ്കിൽ അതിൻ്റെ ഊർജം, അതും അതാത് തേജ, ആ തേജസ്സും മാമകം വിദ്ധി, അതും എൻ്റെ ആണെന്ന് നീ അറിഞ്ഞാലും എന്നാണ് അർജുനോട് ഭഗവാൻ പറയണത്. അപ്പം അഗ്നിയുടെ പ്രകാശമോ അല്ലെങ്കിൽ അതിൻ്റെ ചൂടോ ആയിക്കോട്ടെ, ഊർജമോ ആയിക്കോട്ടെ, ചന്ദ്രൻ്റെ തേജസ് ആയിക്കോട്ടെ, അതിൻ്റെ ഔഷധി ഗുണങ്ങളായിക്കോട്ടെ, അതേമാതിരി സൂര്യൻ്റെ തേജസ് ആയിക്കോട്ടെ, ഒരു ബ്രഹ്മാണ്ടം മുഴുവനെ പ്രകാശിപ്പിക്കാനുള്ള കഴിവുണ്ട് ആ സൂര്യനെ. പക്ഷെ അത് എവിടുന്നാണ് കിട്ടുന്നത് ഭഗവാൻ പറയണത്? എന്നിൽ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ഭഗവാൻ പറയണത്. ഈ പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യൻ്റെ തേജസ് ഭഗവാൻ പറയാണ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രൻ്റെയും അഗ്നിയുടെയും തേജസ്സും എന്നിൽ നിന്നു തന്നെയാണ് വരുന്നത് എന്നാണ് ഭഗവാൻ പറയണത്. ഗാമാവേശ്യ ഭൂതാനി ധാരയാമി അഹം ഓജസ പുഷ്ണാമി ച ഔഷധി സർവ സോമോ ഭൂത്വാ രസാത്മക. അഹം ഗാം ആവിശ്യ, ഞാൻ ഗാം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്യണു? ഓജസ ഭൂതാനി ധാരയാമി, എൻ്റെ ആ ബലം കൊണ്ട്, ഓജസ് കൊണ്ട് ഭൂതങ്ങളെ, ജീവസത്തകളെ ധാരയാമി, ഞാൻ ധരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളിലും ഉണ്ടാവും. ഭൂമിയിൽ നമുക്ക് സ്ഥൂലമായിട്ട് കാണാൻ സാധിക്കുന്നു. അന്യഗ്രഹങ്ങളിൽ ഉണ്ടാവും. അപ്പം അവിടെയും ജീവാത്മാക്കൾ ഉണ്ടെന്നാണ് പറയണത്. അത് എൻ്റെ ഓജസ് കൊണ്ട് ഞാൻ അവരെല്ലാം ധരിക്കണു. ധാരയാമി രസാത്മക സോമാ ഭൂത്വ, രസാത്മകമായിട്ടുള്ള അഥവാ ഔഷധി ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ സോമനായിട്ട് ഭവിച്ചിട്ട് സർവ ഔഷധി, സകല ഔഷധികളെയും, ഔഷധി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മരുന്നെന്ന് കണക്കാക്കണ്ട. ധാന്യം ഔഷധിയാണ്, അതുമാതിരി കായ്കറികൾ ഔഷധിയാണ്, അതുമാതിരി പഴങ്ങൾ ഔഷധിയാണ്. ഔഷധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയത്. ഇതാണ് ഭക്ഷണത്തിന് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ ഔഷധികളാണ് നമുക്ക് സസ്യങ്ങളും കായ്കനികളുമാണ് മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ഭക്ഷണം സ്വയം ഒരു ഔഷധി ആക്കണം. ഭക്ഷണം തന്നെയാണ് ഔഷധി. ശരിയായ ഭക്ഷണക്രമം ഉണ്ടെങ്കിൽ രോഗം വരില്ല. ആ ഭക്ഷണക്രമവും ജീവിതശൈലിയും മാറുമ്പോഴാണ് മനുഷ്യർക്ക് രോഗം വരുന്നത്. അപ്പം എല്ലാ ഔഷധി ഗുണങ്ങളും നൽകണത് ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ഇതിലെല്ലാം ആ ചന്ദ്രൻ്റെ തേജസ്സായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രസമായിട്ട് പ്രവേശിച്ചിട്ട് ഞാൻ എല്ലാത്തിനെയും പോഷിപ്പിക്കണു എന്നാണ് ഭഗവാൻ പറയണത്. ഞാൻ ഓരോ ഗ്രഹങ്ങളിലും ഉൾപ്പൂകിയിട്ട് ഓരോ ഗ്രഹങ്ങളിൽ അല്ലേ, അനേകം ഗ്രഹങ്ങളുണ്ടാവും. നവഗ്രഹങ്ങളെ പറ്റി നമുക്ക് തന്നെ കേട്ടിട്ടുണ്ട്. അതല്ലാണ്ട് എത്ര ഉണ്ട് ഈശ്വരനറിയാം. അപ്പം അവയെ എൻ്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ ഞാൻ നിലനിർത്തണു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന എല്ലാ സസ്യങ്ങൾക്കും ഔഷധി ഗുണം അഥവാ ജീവരസം പകരുണു. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമി അന്നം ചതുർവിധം. അഹം വൈശ്വാനര ഭൂത്വ, ഞാൻ വൈശ്വാനരൻ എന്നുള്ള അഗ്നിയായിട്ട് ഭവിച്ചിട്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട് അഗ്നി അല്ലേ, വൈശ്വാനരൻ. നമ്മുടെ എല്ലാവരുടെയും ജഠരത്തിലെ ജഠരാഗ്നിയെ വൈശ്വാനരൻ അഗ്നി എന്ന് പറയും. നമ്മുടെ മനുഷ്യരുടെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും. അപ്പം ഈ അന്നം കഴിക്കണതിനെ മുഴുവനെ അതിനെ ദഹിപ്പിച്ച് ശരീരത്തിന് ഊർജം നൽകണത് വേറെ ആരുമല്ല, ഈ വൈശ്വാനരൻ എന്ന രൂപത്തിലുള്ള അഗ്നിയാണ്. ഇപ്പം ഭഗവാൻ പറയുകയാണ്, ഞാൻ ആ വൈശ്വാനരൻ ആയിട്ട് അഥവാ ജഠരാഗ്നിയായിട്ട് ഭവിച്ചിട്ട് പ്രാണിനാം ദേഹമാശ്രിത, പ്രാണികളുടെ ദേഹത്തിനെ ആശ്രയിക്കുന്നു. അല്ലെങ്കിൽ ആ പ്രാണികൾക്ക് ഞാൻ ഊർജം നൽകണം. അവരെ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ അവരിൽ ഞാൻ വസിക്കണം, ആ ശരീരത്തിൽ വസിച്ചിട്ട് പ്രാണാപാന സമായുക്ത, പ്രാണൻ അപാനൻ എന്നിവയോട് ചേർന്നിട്ട്. അത് നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നത് അങ്ങനെയാണല്ലോ അല്ലേ. ആ ശ്വാസം നിന്നാൽ പിന്നെ ദഹന പ്രക്രിയ നിന്നു, ആ വൈശ്വാനരനും പുറത്തു പോയി. അതോടുകൂടെ ജീവൻ പുറത്തു പോയാൽ ഇതെല്ലാം സ്തംഭിച്ചു നിന്നു. പ്രാണനും അപാനനും ഉണ്ടെങ്കിലാണ് ഈ വൈശ്വാനരന് ഈ ദഹനപ്രക്രിയ നടത്താൻ പറ്റുള്ളൂ. അപ്പം ആ ദഹനപ്രക്രിയയ്ക്ക് വേണ്ടി പ്രാണനോടും അപാനനോടും ചേർന്നിട്ട് ചതുർവിധം അന്നം പചാമി, 4 വിധത്തിലുള്ള അന്നത്തിനെ, ആ ഭക്ഷണ പദാർത്ഥങ്ങളെ ഞാൻ ദഹിപ്പിക്കുന്നു. 4 വിധത്തിലുള്ള ഭക്ഷണങ്ങളാണ് മനുഷ്യന് കഴിക്കുക അല്ലേ. ഒന്ന് വിഴുങ്ങണു, അല്ലെങ്കിൽ വേറെ ചവച്ച് അരച്ച് കഴിക്കണു, പിന്നെ നക്കി നുണഞ്ഞ് കഴിക്കണു,
അച്ചാറ് മാതിരിയുള്ള സാധനങ്ങൾ, പിന്നെ വലിച്ചു കുടിക്കണം എന്ന് പറഞ്ഞാൽ പാല്, മോര്, കാപ്പി, ചായ, അങ്ങനെ ധാരാളമായിട്ടുള്ള വസ്തുക്കളെ വലിച്ചു കുടിക്കണം അത് നമ്മൾ, അല്ലേ? അപ്പം ഇത് വിഴുങ്ങുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പം ഇന്നത്തെ കാലത്താണ് ഗുളിക, അതൊക്കെ ഭഗവാൻ നേരത്തെ കൂട്ടി കണ്ടിട്ടുണ്ടാവും. ബാക്കി വിഴുങ്ങുന്നതായിട്ട് നമ്മളിപ്പോൾ അങ്ങനെ അധികവും ചവച്ചരച്ച് കഴിക്കണതാണ് നമ്മൾ, പിന്നെ അല്ലെങ്കിൽ വലിച്ചു കുടിക്കുന്നതാണ്, അല്ലേ? ഇതിനെ എല്ലാം ദഹിപ്പിക്കുന്ന ആൾ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ, അഥവാ വൈശ്വാനരനാണ് ഞാൻ എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതും, പ്രാണൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കുക, പുറം തള്ളുന്നത് ആ പ്രാണവായുവിൻ്റെ കൂടെ പുറത്തേക്ക് പോണത് അപാനനുമാണ്. ഇത് ഈ പ്രക്രിയയിലാണ് ഈ 4 തരത്തിലുള്ള ആഹാരങ്ങളെയും ഭഗവാൻ ദഹിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ നമുക്ക് മധുരം, അല്ലെങ്കിൽ ഉപ്പ്, പുളി, എരിവ്, കയ്പ്പ്, ചുവപ്പ്, ഇത് 6 തരം രസങ്ങളുണ്ട്. ഈ 6 രസങ്ങളും 4 തരത്തിലുള്ള ആ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതിനെല്ലാം ദഹിപ്പിക്കുന്നത് വേറെ ആരുമല്ല, ഈ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഭക്ഷണങ്ങൾ, നമ്മൾ ഏത് നല്ലത് കഴിച്ചാലും അതിനെ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റും. അപ്പം നമ്മൾ എത്ര കോഷ്യസ് ആവണം, എത്ര ശ്രദ്ധിക്കണം, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള അഗ്നി എത്രമാത്രം പവിത്രമാണ്. ഭഗവാൻ പറയാണ്, ഞാൻ സ്വയം ആ അഗ്നിയാണ്. അപ്പം മൃഗങ്ങൾ കഴിക്കണു, അത് അവരുടെ സഹജ സ്വഭാവമാണ്, അവരങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഭഗവാൻ ഇത് കൊടുക്കുന്നു. നമ്മൾ വായുകൊണ്ട് ഇങ്ങനെ വെള്ളം നക്കി കുടിക്കുന്നവരാണത്രേ ഈ ദംഷ്ട്രമുള്ള ജീവികൾ. അവർക്കാണത്രേ ഈ മാംസബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചാൽ മതിയാം, ഒരു പശു എങ്ങനെ കുടിക്കുക, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെമാരിങ്ങനെ അത് നക്കിയിട്ടല്ല കുടിക്കുക. പശു നക്കി കുടിക്കണ്ടോ, അത് ചുണ്ടുകൊണ്ട് ഊറി കുടിക്കണം, അല്ലേ? അതേമാതിരി മനുഷ്യൻ, പശു മരിച്ചു പോവും, ഭക്ഷണം കിട്ടാണ്ട് മരിച്ചു പോയാൽ അത് ഇറച്ചി മീനൊന്നും പിടിച്ച് തിന്നൽ പതിവില്ല. പക്ഷെ മനുഷ്യർ മാത്രം കുറച്ച് തെറ്റായിട്ടുള്ള ഭക്ഷണ ശീലമാണ്. അത് കാരണം മനുഷ്യർക്ക് പല രോഗങ്ങളും വരുന്നു. ഇവിടെ പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഈ 4 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, 6 തരത്തിലുള്ള രസങ്ങൾ ഇന്ന് ഞാൻ കൂട്ടി പറയാണ്. ഇതിനെല്ലാം ദഹിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹവ ചാഹം അഹം സർവസ്യ ച ഹൃദി സന്നിവിഷ്ട, ഞാൻ എല്ലാവരുടെയും, സർവസ്യ ച എല്ലാ ജീവജാലങ്ങളുടെയും, ഹൃദയ സന്നിവിഷ്ട എല്ലാവരുടെയും ഹൃദയത്തിൽ അധിഷ്ഠിതനായിട്ട് എന്താ ചെയ്യണത്? സ്മൃതി ജ്ഞാനം അപോഹനം ച, സ്മൃതി ഓർമ്മയെയും ജ്ഞാനത്തിനെയും വിസ്മരിക്കണം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കും, അല്ലേ? മറവി അപ്പോൾ വേറെ ആരുടെയല്ല, ആ ഭഗവാന്റെ തന്നെ വിഭൂതിയാണ് ഈ മറവി, അഥവാ അപോഹനം. ചില കാര്യങ്ങൾ നമ്മൾ മറന്ന് കളയാണ് നല്ലത്, അല്ലേ? അതന്നെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുകയാണെങ്കിൽ മനുഷ്യൻ എന്താ ഉണ്ടാവുക? മനുഷ്യന് ഭ്രാന്ത് പിടിക്കാൻ വേറെ അധികം സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഓർമ്മശക്തി ആയിക്കോട്ടെ, ചിലർക്ക് കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാവും, കാരണം അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലുണ്ടാവും. ജ്ഞാനം, അറിവായിക്കോട്ടെ, അല്ല ഇനിയിപ്പം മറവിയാണ്. അപ്പം ഒരു കാര്യം മറക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഇതും ഭഗവാന്റെ തന്നെ വിഭൂതിയാണ്. അപ്പം ആ വിസ്മരണവും സർവൈ വേദച, എന്നിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നാ ഭഗവാൻ പറയണത്. പിന്നെ സർവവേദയിച്ച എല്ലാ വേദങ്ങളാലും വേദ്യം വേദങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവനും അഹമേവ, ഞാൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, വേദങ്ങൾ അഥവാ ജ്ഞാനം, 4 വേദങ്ങളെ മാത്രമല്ല, അവിടെ ഏത് തരത്തിലുള്ള ജ്ഞാനവും എന്തിനു വേണ്ടിയിട്ട്, ഇന്നത്തെ ആധുനിക യുഗത്തിലത്തെ ജ്ഞാനമായിക്കോട്ടെ, പുരാതന യുഗത്തിലത്തെ ജ്ഞാനമായിക്കോട്ടെ, ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും എപ്പോഴും ആയുർവേദവും അലോപ്പതിയും തമ്മിൽ ശത്രുതമാരിയാണ്, അല്ലേ? പഴയ ജ്ഞാനവും പുതിയ ജ്ഞാനവും തമ്മിൽ ശത്രുതമാരിയാണ്. പക്ഷെ അങ്ങനെയല്ല, രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ, അതിന് സമഗ്രമായിട്ടുള്ളൊരു പഠനം വേണമെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം, കൂട്ടി യോജിപ്പിച്ചിട്ട്, രണ്ടിന്നും നല്ല നല്ല കാര്യങ്ങളെ യോജിപ്പിച്ചിട്ട് നമുക്കിപ്പോൾ പുതിയ ടെക്നോളജിയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കണം. അപ്പം ആ വേദാന്തകൃത്, അപ്പോഴാണ് എന്താവുള്ളൂ, ആ വേദത്തിനെ അറിയുള്ളൂ. വേദാന്തകൃത്തും ഞാനാണ്, വേദവിത്തും ഞാനാണ്. അപ്പോൾ ഈ എല്ലാ ജ്ഞാനം കൊണ്ടും അറിയപ്പെടേണ്ടവൻ ആരാണ്? ഭഗവാനാണ്. ആ വേദാന്തത്തിൻ്റെ ഒക്കെ നിർമ്മാതാവ് ഞാനാണ്.
അതിൻ്റെ വേദം അറിയുന്നവനും ഞാനാണ് എന്ന് പറയണ ഭഗവാൻ. അഹമേവച, ഞാൻ തന്നെയാണ്. അപ്പം ഈ വേദത്തിനെയും വേദാന്തത്തിനെയും നിർമ്മിച്ചവനും ഇവിടെ എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെയാണെന്ന് പറഞ്ഞാൽ ആരും ഇവിടെ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ ശകലം അംശങ്ങളാണ് ഓരോരുത്തരിലും എല്ലാമായിട്ടുള്ളത്. അപ്പം എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ വസിക്കണു. സ്മരണയും അറിവും മറവിയും എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത്, എല്ലാ ജ്ഞാനങ്ങളിലൂടെയും അറിയേണ്ടത് ഭഗവാനെ മാത്രമാണ്. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും പൂർണ്ണമായി അറിയണതും ഭഗവാൻ തന്നെയാണ്. ദൗ ഇമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ലോകേക്ഷര ച അക്ഷര ഏവ ച. ഈ ലോകത്തില് ക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിണാമത്തിന് അധീനരായവർ, അക്ഷര ഏവച എന്ന് പറഞ്ഞാൽ പരിണാമത്തിന് അധീനരാവാത്തത് എന്ന് പറഞ്ഞാൽ ക്ഷതി ഇല്ലാത്തവര്. ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം. അപ്പോൾ ഇവിടെ ആത്മാവ് നശിക്കണില്ല, പക്ഷേ അതിന് വീണ്ടും ജന്മം എടുക്കേണ്ടി വരുമ്പോൾ അതിന് ത്രുട്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ആ ശരീരം നശിക്കണം. പക്ഷേ ഈ ഋഷീശ്വരന്മാരുടെ ഒന്നും ശരീരത്തിന് അവർക്ക് എത്ര കാലം ജീവിക്കണമെങ്കിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പം ആരാണ്? അക്ഷരന്മാരാണ്. അപ്പം ഇമൗദ്ദോ പുരുഷ, ഈ രണ്ട് പുരുഷന്മാരുടെയും തരത്തിലുള്ള, ഒന്ന് വെറും ജീവാത്മാവാണ്, ഒന്ന് ദിവ്യാത്മാവാണ്. ഋഷീശ്വരന്മാരുടെയൊക്കെ ദിവ്യാത്മാവാണ്, സാധാരണ മനുഷ്യരുടെയൊക്കെ ജീവാത്മാവാണ്. ക്ഷര സർവാണി ഭൂതാനി, ഈ തെറ്റ് പറ്റുന്നവരുടെയും തെറ്റ് പറ്റാത്തവരുടെയും രണ്ട് സർവാണി ഭൂതാനി, എല്ലാ ഭൂതങ്ങളുടെയും അതല്ലാണ്ട് ഈ ജീവാത്മാക്കളല്ലാണ്ടെയും അക്ഷര കൂടസ്ഥ ഉച്ചതേ, ആ തെറ്റ് പറ്റാത്ത പരിണാമരഹിതരായിട്ടുള്ളവർ എന്ന് പറയപ്പെടുന്ന ആരെ? ഈ ദിവ്യാത്മാക്കളെ. പുരുഷന്മാരെ അഥവാ ജീവാത്മാക്കളെ, ജീവൻ രണ്ട്, പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ വസിക്കുന്നവൻ, സ്ത്രീ പുരുഷ കാര്യമല്ല അവിടെ പറയണത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ വസിക്കുന്നവൻ. അവർ രണ്ട് തരത്തിലുണ്ട്, തെറ്റ് പറ്റാത്തവരും തെറ്റ് പറ്റുന്നവരും. അഥവാ വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടവരും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടാത്തവരും. അപ്പം ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റ് പറ്റാവുന്നവരാണ്. ഭൗതിക ലോകത്തിലെ ഈ ശരീരധാരികളെല്ലാവരും തെറ്റ് അഥവാ ഈ അതീന്ദ്രിയ ബോധവാന്മാരല്ല. ദിവ്യാത്മാക്കൾ മാത്രമാണ് അതീന്ദ്രിയ ബോധവാന്മാര്. ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾ അഥവാ ഋഷീശ്വരന്മാരും മുനീശ്വരന്മാരും യോഗീശ്വരന്മാരും ഒക്കെ അവർക്ക് തെറ്റ് പറ്റില്ല പറഞ്ഞാൽ അവര് അനശ്വരരാണ്. അവർക്ക് വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരില്ല, അവർക്ക് നാശമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേദ്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിവർത്തവ്യയ ഈശ്വര. അന്യതു, ഈ രണ്ട് തരക്കാർക്കും പുറമേ ഉള്ളതാവട്ടെ, ഈ രണ്ട് ആത്മാവ് അല്ലാണ്ട് ഒരു പരമാത്മാവും കൂടി ഉണ്ട്. പുറമേയുള്ളവനാകട്ടെ പരമാത്മാ ഇതി ഉദാഹൃത, പരമാത്മാവ് എന്ന് പറയപ്പെടുന്നു. ഉത്തമ പുരുഷ, ആ ഉത്തമ പുരുഷോത്തമനാകുന്ന അവ്യയ, യാതൊരു അവ്യയ എന്ന് പറഞ്ഞെങ്കിൽ നാശമില്ലാത്ത ഈശ്വര ലോകത്രയം ആവിശ്യ വിഭർത്തി. ആ ഈശ്വരൻ, ആ ദിവ്യ ഉത്തമ പുരുഷനായിട്ടുള്ള ആ ഭഗവാൻ ലോകത്രയം ആവേശ്യ വിഭർത്തി, മൂന്ന് ലോകങ്ങളിലും പ്രവേശിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ വസിച്ചിട്ട് അതിനെ ബിഭർത്തി, അതിനെ ഭരിക്കുന്നു അഥവാ അതിനെ സംരക്ഷിക്കുന്നു. ഈ രണ്ട് ആത്മാക്കൾ, ഒന്ന് സാധാരണ ജീവാത്മാവ്, ഒന്ന് ദിവ്യാത്മാവ്, ഇവരെ കൂടാതെ പരമപുരുഷനായിട്ടുള്ള പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായിട്ടുള്ള അഥവാ പരിണാമഹീനനോ ദിവ്യനോ കൂടിയല്ല, പരംപുരുഷനാണ്. ആ ഭഗവാൻ ദിവ്യ ആത്മാവാണെങ്കിൽ തന്നെ ആ ഋഷീശ്വരന് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധി ഉണ്ട് തൻ്റെ കഴിവുകൾക്ക്. പക്ഷേ ഭഗവാന്റെ കഴിവുകൾക്ക് അസീമനാണ്. അങ്ങനെ ഒരു അവ്യയനായിട്ടുള്ള ഭഗവാനുണ്ട്. അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും അന്തർഗതനായിട്ടുള്ള അതിൽ പ്രവേശിച്ചിട്ട് ആ ഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആ ലോകങ്ങളെ ഒക്കെ പുലർത്തി പോരുന്നു, നിലനിർത്തി പോരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ഉത്തമ അതോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമ യസ്മാത് അഹം ക്ഷരം അസ്മത് യാതൊന്ന് ഹേതുവായിട്ട് ഏതൊന്ന് കാരണമായിട്ടാണോ അഹം ക്ഷരം അതീത അഹം ഞാൻ ക്ഷരമായ ജീവാത്മാക്കൾക്ക് അതീതനാകുന്നത്. ക്ഷരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ ജീവാത്മാക്കളെക്കാളും അതീതനാകുന്നത്. അക്ഷരാദപി ഉത്തമ അക്ഷരന്മാർ അഥവാ അനശ്വരന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാരെക്കാളും ഉത്തമനാകുന്നത്. അതാ ലോകേ വേദേശ അതുകൊണ്ട് ലോകത്തിലും വേദത്തിലും പുരുഷോത്തമ പ്രഥിതാസ്മി എന്നെ പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നു. ഞാൻ അങ്ങനെ പ്രസിദ്ധനാണ് എന്നാണ് ഭഗവാൻ പറയണത്. ഭഗവാൻ പറയാണ് പരമാത്മാവായിട്ടുള്ള ഞാൻ അഥവാ ഈ ശ്രീകൃഷ്ണൻ ഇന്ദ്രിയാതീതനും നാശപ്പെടുന്നതും നാശപ്പെടാത്തതുമായിട്ടുള്ള ആ ജീവാത്മാക്കൾക്ക് അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പ്രശംസിക്കുന്നു അല്ലെങ്കിൽ പുകഴ്ത്തുന്നു. കാരണം എത്ര ദിവ്യാത്മാവാണെങ്കിലും അതിന് ചില പരിധികളുണ്ട്. പക്ഷേ ജീവാത്മാവിന് പിന്നെ പരിധി ഇല്ല എന്ന് തന്നെ വേണം. അത് മറ്റ് ഇതിൻ്റെ അടിമേലാണ്, ഈ പ്രകൃതിയുടെ അടിമേലായിട്ടാണ് അത് കഴിയുന്നത്, അധീനത്തിലാണ്. ദിവ്യാത്മാവിൻ്റെ മേലെ പ്രകൃതിക്ക് അധീനതല്ല, പക്ഷെ ഭഗവാൻ അധീനത ഉണ്ട്. ദിവ്യാത്മാക്കൾക്ക് ഒരു പരിധി വരെ തൻ്റെ ശക്തികളുണ്ട്. പക്ഷേ പരമാത്മാവിന് അങ്ങനെയല്ല, എല്ലാതിനെയും നിയന്ത്രിക്കാനുള്ള അസത്ത അധികാരം ഉണ്ട്. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹേ ഭാരത, യേവം അസമ്മൂഢ യാതൊരുവൻ ഇപ്രകാരം സംശയം കൂടാതെ, അസമ്മൂഢ എന്ന് പറഞ്ഞാൽ സംശയം ഇല്ലാണ്ടേ, മാം പുരുഷോത്തമം ജാനാതി എന്നെ പുരുഷോത്തമനാണ് എന്നറിയുന്നു. സ സർവവിദ് അവൻ എല്ലാം അറിയുന്നവനാണ്, അവൻ സർവവിത്താണ്. വിത്ത് എന്ന് പറയാൻ അറിയാം. അപ്പം എല്ലാം എന്നെ ഇപ്രകാരം മനസ്സിലാക്കുന്നവൻ സംശയഹീനനായിട്ട് സംശയരഹിതനായിട്ട് എന്നെ ഇപ്രകാരം വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു, അവനാണ് എല്ലാം അറിയുന്നവൻ. സർവഭാവേന മാം ഭജതി, അവൻ എല്ലാവിധത്തിലും എന്നെ ഭജിക്കുന്നു. അല്ലാണ്ട് കുറേ ഇരുന്ന് പാട്ട് പാടിയോണ്ടോ കുറേ നാമം ജപിച്ചോണ്ടോ അല്ലെങ്കിൽ കുറേ വായിച്ചോണ്ടോ ഒന്നും വലിയ ലാഭം കിട്ടില്ല എന്നാണ് അപ്പോൾ ഈ ശ്ലോകം പറഞ്ഞു തരുന്നത്. എന്താ വേണ്ടത്? ആദ്യം ഭഗവാനെ വിശ്വസിക്കണം, പൂർണ്ണ വിശ്വാസം വേണം. ഞാനും ഭഗവാനും സമമല്ല, ഞാൻ ഭഗവാന്റെ വെറും ഒരു അംശമാണ് എന്നുള്ള, ഞാനൊരു വെള്ളത്തുള്ളി മാത്രമാണ്, ഭഗവാൻ മഹാസാഗരമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പം എന്നെ പരമദിവ്യ ഉത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എൻ്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായിട്ടും മുഴുകിയിരിക്കുന്നവരാണ് എന്നാണ് ഭഗവാൻ പറയണത്. യദി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാ നഘ ഏതബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹേ അനഘ, അല്ലയോ പാപരഹിതനായിട്ടുള്ള അർജുന, ഇപ്രകാരം ഗുഹ്യതമം ഇതം ശാസ്ത്രം അത്യന്തം രഹസ്യമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ മയാ ഉക്തം ഞാൻ പറഞ്ഞു, നിനക്ക് തന്നു. ഇത് അത്യന്തം രഹസ്യമായിട്ടുള്ളതാണ്. അങ്ങനെ അത്രയും പ്രിയപ്പെട്ട വ്യക്തികൾക്ക് രഹസ്യമായ ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ ആ വിദ്യകളൊക്കെ അത്യന്തം പ്രിയപ്പെട്ട ശിഷ്യന് ഗുരു പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആ മിത്രത്തിന് പറഞ്ഞു കൊടുക്കും. അതുമാതിരിയാണ് ഭഗവാൻ പറയണത്. ഇത് ഏറ്റവും ഗുഹ്യമായതാണ്, അത്യന്തം രഹസ്യമാണ്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഏതത് ബുദ്ധ്വ, ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ബുദ്ധിമാൻ കൃതകൃത്യച, ബുദ്ധിമാന്മാരും കൃതകൃത്യരാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തവ്യം നിറവേറ്റിയവരുമായിട്ട് ഭവിക്കും. അപ്പം ഇത് അർജുനന് വേണ്ടി ഭഗവാൻ പറഞ്ഞു കൊടുത്തുവെങ്കിലും ഇത് സാധാരണ എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ ഉപലബ്ധമാണ് അല്ലേ. ആഗ്രഹമുള്ളവർക്ക്, ഇപ്പം കിണറുണ്ടായോണ്ടായില്ല, അതിൽ പാത്രം ഉണ്ടായോണ്ടായില്ല, കോരി കുടിക്കും കൂടി വേണം അല്ലേ. അപ്പം ഈ ഭഗവത്ഗീത ഉണ്ടായോണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് തന്നോണ്ടോ കാര്യമില്ല. ഇത് കേൾക്കാനുള്ള മനസ്ഥിതിയും കൂടി വേണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ.
അപ്പോഴാണ് കൃതകൃത്യരാവുള്ളൂ. അല്ലാണ്ട് വെറുതെ കയ്യിൽ പുസ്തകം വെച്ചിട്ട് ഇങ്ങനെ വേഗത്തിൽ നോക്കിയിരുന്നുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് ഈ തത്വങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഹേ പാപരഹിതനായിട്ടുള്ള അർജുന, ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതാണ് ഉപനിഷത്തുകളുടെ സത്താണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അല്ലേ. അനേകം ഭഗവാൻ പറഞ്ഞില്ലേ, ഉപനിഷത്തുകളെ പശുവാണെങ്കിൽ ഭഗവത്ഗീത പാലാണ്. അനേകം പശുക്കളെ ഒന്നിച്ച് നിർത്തിയിട്ട് അതിൻ്റെയൊക്കെ പാല് കറന്നെടുത്തത് അതിനെ കടഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്രയും കുറുക്കിയ പാലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ അതിരഹസ്യമായിട്ടുള്ള ഈ തത്വങ്ങളെ, ഈ വേദഗ്രന്ഥത്തിലെ തത്വങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇതറിയുന്നവൻ ബുദ്ധിശാലികളാവും. അവരുടെ പ്രയത്നങ്ങൾ പൂർണ്ണത നേടുമെന്ന് പറഞ്ഞാൽ അവർക്ക് മോക്ഷം തീർച്ചയായിട്ടും കിട്ടും എന്നാണ് ഭഗവാൻ പറയുന്നത്. പ്രയത്നത കൂടാതെ ഫലം കിട്ടില്ലല്ലോ. അപ്പോൾ ഭഗവാന്റെ ശാസ്ത്രങ്ങളെ, ഭഗവാന്റെ വചനങ്ങളെ പഠിക്കാൻ കുറച്ച് താല്പര്യം കാട്ടിയാൽ അപ്പോൾ ഭഗവാൻ നമുക്കും അനുഗ്രഹം തരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ വളരെ സംക്ഷിപ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം 15-ാമത്തെ അധ്യായത്തിന്. പുരുഷോത്തമ യോഗം എന്ന 15-ാം അധ്യായത്തിൽ ഭഗവാൻ വിചിത്രവും അദൃശ്യവുമായ ഒരു അരയാൽ വൃക്ഷത്തിനോടാണ് ഈ ഭൗതിക പ്രകൃതിയെ ഉപമിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേര് മുകളിലും ശാഖകൾ കീഴ്പോട്ടും വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഇലകൾ വേദമന്ത്രങ്ങളും, 3 ശാഖകൾ 3 ഗുണങ്ങളും, ചില്ലകൾ ഇന്ദ്രിയ വിഷയങ്ങളും, കീഴ്പോട്ടിറങ്ങുന്ന വേരുകൾ കർമ്മഫലങ്ങളും ആണ്. ഇതിൻ്റെ സത്വഗുണസ്വരൂപമായ മുകളിലെ ശാഖ ദേവന്മാരുടെ ലോകമായും കീഴ്പോട്ടുള്ള ശാഖ മനുഷ്യ, പക്ഷി, മൃഗങ്ങളുടെ ലോകമായും അഥവാ ഈ ഭൂമിയായിട്ടും പറയപ്പെടുന്നു. ഈ വൃക്ഷത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വയത്തെ വേറെയാക്കാൻ സാധകൻ വൈരാഗ്യമാകുന്ന മൂർച്ചയേറിയ ആയുധത്താൽ ദൃഢനിശ്ചയത്തോടെ വേരിനെ അഥവാ കർമ്മഫലങ്ങളെ ഛേദിക്കണം. ഇവിടെ കർമ്മഫലങ്ങളെ ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളതിനെ ത്യജിക്കണം. മിഥ്യാഭിമാനം, ഭൗതിക തൃഷ്ണ, ദുസ്സംസർഗം എന്നീ ദോഷങ്ങളെ ഉപേക്ഷിച്ച് അനശ്വരതത്വത്തെ അറിയുന്നവൻ മോക്ഷപ്രാപ്തി നേടുന്നു. ഭഗവാന്റെ ലോകമായ ദൈവിക സാമ്രാജ്യത്തിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയുടെ ആവശ്യമില്ലാതെ തന്നെ പ്രകാശമാനമാണ്. ഭഗവാന്റെ തന്നെ അംശമായ ജീവാത്മാവ് ഭൗതിക തൃഷ്ണയാൽ വശീകരിക്കപ്പെട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് അത്യധികം പ്രയത്നിച്ച് കഷ്ടപ്പെടുന്നു. കാറ്റ് എപ്രകാരം ഗന്ധത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് ഗന്ധത്തെ പറത്തിക്കൊണ്ട് പോകുന്നുവോ, അതുപോലെ ജീവാത്മാവ് ശരീരം ത്യജിക്കുമ്പോൾ സൂക്ഷ്മ ഇന്ദ്രിയ തന്മാത്രകളെ മറ്റൊരു ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പ്രക്രിയ മൂഢാത്മാക്കളായിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഇതറിയാൻ ഉൾക്കണ്ണ് തെളിഞ്ഞ ഋഷീശ്വരന്മാർക്കേ സാധിക്കൂ. പ്രപഞ്ചത്തിനെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയ്ക്ക് ഉള്ള തേജസ് ഭഗവാനിൽ നിന്നാണ് പ്രാപ്തമാകുന്നത്. ഭഗവാൻ സ്വയം ഓരോ ഗ്രഹങ്ങളിലും പ്രവേശിച്ച് അത് ഗ്രഹങ്ങളെ തങ്ങളുടെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ചന്ദ്രനായ ഭഗവാൻ തന്നെയാണ് സസ്യങ്ങൾക്ക് ഔഷധി ഗുണം പ്രദാനം ചെയ്യുന്നത്. ജീവജാലങ്ങളുടെ ഉദരത്തിൽ വസിക്കുന്ന വൈശ്വാനരൻ അഗ്നിയായി ഭഗവാൻ തന്നെയാണ് ദഹന പ്രക്രിയ നിർവഹിക്കുന്നത്. ആത്മാവായി ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനിൽ നിന്നു തന്നെയാണ് ഓർമ്മശക്തിയും ജ്ഞാനവും മറവിയും ഉളവാകുന്നത്. വേദാന്തങ്ങളുടെ ഉപജ്ഞാതാവും അവയെ അറിയുന്നവനും ഭഗവാൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ 2 വിഭാഗം ആത്മാക്കളുണ്ട്. ഒന്ന് ക്ഷതി അഥവാ ത്രുടിയോട് കൂടിയവരും ജനന മരണത്തിന് അധീനരും, മറ്റേത് ക്ഷതി സംഭവിക്കാത്തവരും അഥവാ ജനന മരണത്തിന് അധീനര് അല്ലാത്തവരും. അപ്പം സാധാരണ ജീവാത്മാക്കൾ ക്ഷരം അഥവാ നാശം നേരിടുന്നവരും, മഹാത്മാക്കളായ ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരും അക്ഷരം അഥവാ ജനന മരണത്തിന് അതീതരും ത്രുടി പറ്റാത്തവരും ആണ്. ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾക്കും മുക്തരായ ജീവാത്മാക്കൾക്കും അഥവാ ദിവ്യ ആത്മാക്കൾക്കും പുറമേ പരംപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന ഭഗവാൻ 3 ലോകങ്ങളിലും പ്രവേശിച്ച് അവയെ നിലനിർത്തുന്നു. ഈ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ദ്രിയാതീതനും മുൻപ് പറഞ്ഞ 2 തരം ആത്മാക്കൾക്കും അതീതനുമായതിനാൽ സകല ലോകരും വേദങ്ങളും പുരുഷോത്തമൻ എന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, ഹേ പാപരഹിതനായിട്ടുള്ള അർജുന, ഈ രഹസ്യം അറിയുന്നവർ
ശാലികളും വളരെ ഭക്തന്മാരുമായിട്ട് എൻ്റെ ഭക്തിയുത നിഷ്കാമ സേവനത്തിൽ മുഴുകിയവരാകയാൽ അവരുടെ പ്രയത്നം സഫലമാകും, അഥവാ അവർക്ക് ഭഗവത് പ്രാപ്തി നേടാൻ സാധിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ.